ത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജന്മം എടുത്തത്. കാരണം ചിലർ നല്ല കഠിനാധ്വാനം ചെയ്യും, അവർ രക്ഷപ്പെടില്ല. അപ്പം നമ്മളെ കർമ്മഫലം എന്താണ് അതാണ് നമ്മളെ ജാതകം. ഇപ്പോൾ പയ്യൻ്റെ ജാതകത്തിൽ കുറേയേറെ ദോഷങ്ങളുണ്ടെന്ന് വെച്ചോളുക. ഈ ദോഷത്തെ പരിഹരിക്കുന്ന ശരിക്കും നമ്മളെ ജീവിത പങ്കാളി ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ന് പറയണ ഞാൻ എന്ന് പറയണ എൻ്റെ ജീവനാണ്. അപ്പോൾ ഈ ജീവനെ സംരക്ഷിക്കുന്ന ആളാണ് ശരീരം. അപ്പോൾ പങ്കാളി ആരെന്ന് ചോദിച്ചാൽ ശരീരമാണ്. ഈ 80 വയസ്സിൽ എൻ്റെ ഓരോ ഘട്ടങ്ങൾ എങ്ങനെയാണ്, ഈ സമയങ്ങളിൽ ഈ കുട്ടിയുടെ അല്ലെങ്കിൽ പങ്കാളിയായിട്ട് വരുന്നവരുടെ സമയം എങ്ങനെയാണ്. അപ്പോൾ ഈ കുടുംബം നയിച്ചുകൊണ്ട് പോണ ആരാണ്? ഈ 2 പേരാണ്, ഭാര്യയും ഭർത്താവും. 2 പേർക്കും റോളുണ്ട്. ഒരാൾ മാത്രം വിചാരിച്ചാൽ കുടുംബം പോവേന്നില്ല. അപ്പോൾ ഒന്ന് നോക്കിയാൽ എന്തെങ്കിലും ഈ കൈ നോക്കുമ്പോൾ അറിയാം 2 പേരുടെ സ്വഭാവവും ക്യാരക്ടറും, അവർ എങ്ങനെയായി തീരും, എവിടെ തീരും, ഏതൊക്കെ പീരീഡിൽ എന്തൊക്കെ വരും എന്നെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ച് നോക്കുമ്പോൾ അറിയാം ഇവർ തമ്മിൽ നല്ല യോജിച്ച് പോവും, പ്രോബ്ലം ഇല്ല. അല്ലാതെ നമുക്ക് 10 എന്നത് 8 ഉണ്ട്, അവർ വീട്ടിൽ ഇങ്ങനെ വഴക്കൊന്നുമില്ല, അതുകൊണ്ട് നല്ല പൊരുത്തമുണ്ട്, അതൊന്നുമല്ല. വഴക്കൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും. അയാൾ നേരത്തെ വരണം, അപ്പോഴൊക്കെ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാവും. അതെന്തിനാണ്? ആ കുടുംബം നേരെയാക്കാൻ വേണ്ടിയിട്ട്. ഇത് എല്ലാ വീടുകളിലും ഉണ്ടാവും. ജീവിതത്തിൽ ഒരാൾ സപ്പോർട്ടായിട്ട് പോകണം. എവിടെയെങ്കിലും അവിടെ ബ്രേക്ക് വരരുത്. ഇങ്ങനെ പല ഘട്ടം. അപ്പം നമുക്കിത് കറക്റ്റായിട്ട് നോക്കി പോകുമ്പോൾ അറിയാം ഈ ജാതകങ്ങൾ തമ്മിൽ പല രീതിയിൽ നമ്മൾ പൊരുത്തത്തെക്കുറിച്ച് പറയുമ്പോൾ പല രീതിയിൽ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ പൊരുത്തം എന്ന് സാധാരണയായി നോക്കുന്നത് ജ്യോതിഷിയുടെ അടുത്ത് പോയി 2 ഗ്രഹനിലകൾ, അതായത് അല്ലെങ്കിൽ 2 പേരുടെ പയ്യൻ്റെയും പെൺകുട്ടിയുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ടൈം കൊണ്ടുവച്ച് ഗ്രഹനില തയ്യാറാക്കി പൊരുത്തം നോക്കുമ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ സാധാരണ നോക്കുന്ന പഞ്ചാംഗ പൊരുത്തങ്ങളാണ്. പഞ്ചാംഗത്തിൽ പൊരുത്തങ്ങളുണ്ട്. അപ്പോൾ രാശിയാധിപൻ അതുപോലെ ഉള്ള പൊരുത്തങ്ങളിങ്ങനെ ഗണവും യോനിയും തൊട്ട് കുറേ പൊരുത്തങ്ങൾ, പാവസാമ്യവും ഒക്കെ നമ്മൾ നോക്കിയിട്ട് ജ്യോതിഷികൾ 80% ഉണ്ട്, 70% ഉണ്ട്, 60% ഉണ്ട്. 50% ആണെങ്കിൽ ചേർക്കണ്ട, 60% തൊട്ട് മധ്യമമായിട്ടും 60%-ന് മുകളിൽ ഉത്തമമായിട്ടും ഒക്കെ എടുക്കാമെന്നും പറഞ്ഞ് എഴുതി കൊടുക്കും നമ്മളെല്ലാവരും. ശരിക്കും പറഞ്ഞാൽ പൊരുത്തത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ ജീവിതത്തിലേക്ക് മറ്റൊരു പങ്കാളിയെ കൂട്ടുന്നതാണ് ശരിക്കും വിവാഹം. ഇപ്പോൾ വിവാഹം എന്തെന്നറിയണം. നമുക്ക് കർമ്മഫലമുണ്ട്. നമ്മളെ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജന്മം എടുത്തത്. അതിനെ ആര് പറഞ്ഞാലും ഞാൻ എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ പറയും, കർമ്മഫലം തന്നെയാണ് അനുഭവിക്കണേ. കാരണം ചിലർ നല്ല കഠിനാധ്വാനം ചെയ്യും, അവർ രക്ഷപ്പെടില്ല. ചിലർ ഈസി ആയിട്ട് പോവും, അവർ നല്ല രക്ഷപ്പെട്ടു പോവും. അല്ലാതെ ഈ ജന്മം ചെയ്ത ഒരു ഫലമല്ല ഇപ്പോൾ അനുഭവിക്കുന്നത്. അപ്പം നമ്മളെ കർമ്മഫലം എന്താണ് അതാണ് നമ്മളെ ജാതകം. ഈ കർമ്മഫലത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം പങ്കാളി. ഇപ്പോൾ പയ്യൻ്റെ ജാതകത്തിൽ കുറേയേറെ ദോഷങ്ങളുണ്ടെന്ന് വെച്ചോളുക. ഈ ദോഷത്തെ പരിഹരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ജാതകമാണ് ചേർക്കുന്നതെങ്കിൽ അവരുടെ ജീവിതം വളരെ സുഖപ്രദമായി തീരും. പെട്ടെന്ന് ചേഞ്ച് ഉണ്ടാവും. അവർക്ക് സൽസന്താനം ജനിക്കും. സന്താനങ്ങൾ നല്ല ഉയർച്ചയിലേക്ക് പോവും. ഇങ്ങനെ കുറേ ഭാവങ്ങൾ ഇപ്പോഴത്തെ താൽക്കാലികമായിട്ടുള്ള ജീവിതം മാത്രമല്ല, കുറേ കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ഈ പൊരുത്തത്തിൻ്റെ പ്രാധാന്യം. അപ്പോൾ നമ്മളെ പങ്കാളി, അതാണ് ജീവിത പങ്കാളി എന്ന് സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെ പറയുന്നതിന് കാരണം. നമ്മൾ പറയും ശരിക്കും നമ്മളെ ജീവിത പങ്കാളി ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ന് പറയണ ഞാൻ എന്ന് പറയണ എൻ്റെ ജീവനാണ്. എൻ്റെ ജീവൻ, എനിക്ക് ആ ജീവൻ ഇരിക്കുന്ന അത്രയും കാലമാണ് ഞാൻ എന്ന ഭാവത്തിൽ നമ്മളെല്ലാവരും സംസാരിക്കണേ. ജീവൻ പോയാലോ പിന്നെ ഞാനില്ല, പിന്നെ ഈ ശരീരം മാത്രമേ ഉള്ളൂ. പിന്നെ അവർ ചോദിക്കും ജയനാരായൺജി എപ്പോഴെടുക്കും എന്നാരും ചോദിക്കില്ല, ഈ ബോഡി എപ്പോൾ എടുക്കും എന്നേ ചോദിക്കുള്ളൂ. അപ്പോൾ ഞാനെന്ന് പറയുന്നത് ആരാണ്?
എന്നിലിരിക്കുന്ന ഈ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഒന്നുമില്ല. അപ്പോൾ ഈ ജീവനെ സംരക്ഷിക്കുന്ന ആളാണ് ശരീരം. അപ്പോൾ പങ്കാളി ആരെന്ന് ചോദിച്ചാൽ ശരീരമാണ്. എല്ലാവർക്കും ജീവിത പങ്കാളി എന്ന് പറയുമ്പോൾ നമ്മളെ ജീവിത പങ്കാളി ആരെന്ന് വെച്ചാൽ നമ്മളെ ശരീരമാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയെയും നമ്മളെ കൂടെ നിന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് പങ്കാളി. അതുപോലെ ആണ് നമ്മൾ ഭാര്യയും ഭർത്താവിനെയും തിരഞ്ഞെടുക്കണേ. എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുന്നവൻ, അല്ലെങ്കിൽ എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുന്നവൾ. അപ്പം അതൊന്നും ഇപ്പോഴത്തെ പങ്കാളിമാരിൽ ഇല്ല. അങ്ങനെ ജീവിത പങ്കാളിയാണ്, ശരീരം പോലെ പങ്കാളിയാണെങ്കിൽ ഇവിടെ കുടുംബ കോടതിയും മറ്റ് വഴക്കും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളൊരു പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളെ ജീവിതം ഇങ്ങനെ നോക്കണം. ഞാൻ 75 വയസ്സ് വരെ പോവും, അല്ലെങ്കിൽ 80 വയസ്സ് വരെ പോവും. ഈ 80 വയസ്സിൽ എൻ്റെ ഓരോ ഘട്ടങ്ങൾ എങ്ങനെയാണ്, ഈ സമയങ്ങളിൽ ഈ കുട്ടിയുടെ അല്ലെങ്കിൽ പങ്കാളിയായിട്ട് വരുന്നവരുടെ സമയം എങ്ങനെയാണ്, ഈ സമയം ഇവിടെ മോശമായി നിൽക്കുന്ന സമയത്ത് ഇവിടെ നല്ല സമയമായിരിക്കണം. ശരിക്കും ഒരു കുടുംബത്തിൻ്റെ നാഥൻ എന്ന് പറയുന്ന ഭർത്താവ് എന്ന് പറയണവൻ ഒരു വീട് എന്ന് പറയുന്ന ഒരു വാഹനമായിട്ട് കാണുക. നമുക്ക് എന്തായാലും സഞ്ചരിച്ചല്ലേ പറ്റുള്ളൂ, മരിക്കുന്നവരെ യാത്ര ചെയ്തേ പറ്റുള്ളൂ, ജീവിത യാത്രയിലാണ്. അപ്പോൾ ഈ പങ്കാളി ഭർത്താവ് എന്ന് പറയുന്ന ഡ്രൈവറും ഭാര്യ കോ ഡ്രൈവറുമാണ്. നമ്മളെ വീട്ടിലുള്ള മുതിർന്നവരും കൊച്ചു കുട്ടികളുമൊക്കെ ഈ വണ്ടിയിലെ യാത്രക്കാരാണ്. അപ്പോൾ ഈ കുടുംബം നയിച്ചുകൊണ്ട് പോണ ആരാണ്? ഈ 2 പേരാണ്, ഭാര്യയും ഭർത്താവും. 2 പേർക്കും റോളുണ്ട്. ഒരാൾ മാത്രം വിചാരിച്ചാൽ കുടുംബം പോവേന്നുമില്ല. നമ്മളൊക്കെ വിചാരിക്കും ഞാൻ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്, പൈസ ഉണ്ടാക്കി കൊണ്ടുവന്ന് വീട്ടിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഭാര്യ ശരിയല്ലെങ്കിൽ ആ കുടുംബം നേരെ പോവില്ല. ഭാര്യ മാത്രം വിചാരിക്കുകയാണ് ഞാൻ എൻ്റെ മക്കളെ നല്ലപോലെ വളർത്തണം, അല്ലെങ്കിൽ ചെയ്യണം. ഭർത്താവ് കൂട്ടും കൂടി ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് നടന്നാൽ ഒരിക്കലും ആ വീട് നേരെ പോവില്ല. അപ്പോൾ 2 പേർക്ക് തുല്യ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് എന്താണ്? പൊരുത്തചിന്തനം ചെയ്യുമ്പോൾ 2 പേരുടെ ഈ ക്യാരക്ടർ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഗ്രഹനില നോക്കിയാൽ മതി. ഇപ്പോൾ ഗ്രഹനില നോക്കുമ്പോൾ ഞാൻ പലപ്പോഴും കല്യാണമൊക്കെ വരുമ്പോൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട പേരൻസൊക്കെ വരുമ്പോൾ ഞാൻ പറയും, ആ പയ്യൻ്റെയും പെൺകുട്ടിയുടെയും കയ്യിലെ ഫോട്ടോയും കൂടി എനിക്കൊന്ന് അയച്ചു തരണേന്ന് പൊരുത്തത്തിനൊപ്പം, നിങ്ങൾ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ്. അല്ലാതെ ചുമ്മാ പൊരുത്തം നോക്കാൻ വരുമ്പോഴൊന്നും കയ്യും കൊണ്ട് വരണ്ട. ഇത് നടത്തണം എന്ന് അവർ തീരുമാനിച്ച സ്ഥിതിക്ക് അപ്പോൾ ഒന്ന് നോക്കിയാൽ എന്തെങ്കിലും ഈ കൈ നോക്കുമ്പോൾ അറിയാം 2 പേരുടെ സ്വഭാവവും ക്യാരക്ടറും, അവർ എങ്ങനെയായി തീരും, എവിടെ തീരും, ഏതൊക്കെ പീരീഡിൽ എന്തൊക്കെ വരും എന്നെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ച് നോക്കുമ്പോൾ അറിയാം ഇവർ തമ്മിലല്ല യോജിച്ച് പോവും, പ്രോബ്ലം ഇല്ല. അല്ലാതെ നമുക്ക് 10 എന്നത് 8 ഉണ്ട്, അവർ വീട്ടിൽ ഇങ്ങനെ വഴക്കൊന്നുമില്ല, അതുകൊണ്ട് നല്ല പൊരുത്തമുണ്ട്, അതൊന്നുമല്ല. വഴക്കൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും. ഇപ്പം നമ്മളെ ഭാര്യ പറഞ്ഞാൽ കേൾക്കുന്നില്ല, നമുക്കെന്ത് യൂണിയൻകാരെ കൊണ്ട് അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്തിട്ട് ഇവരെ വഴക്ക് പറഞ്ഞ് ശരിയാക്കിക്കാൻ പറ്റുമോ? ഭർത്താവ് കള്ളം കുടിച്ച് കൂട്ടും കൂടി നടക്കുകയാണ്, കുടുംബം നോക്കുന്നില്ല. നമുക്കെന്താ ഭാര്യ എന്തെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ട് ആരെങ്കിലും 4 പേർക്ക് പൈസ കൊടുത്തിട്ട് അവനെ അടിച്ച് നേരെ വീട്ടിൽ കൊണ്ടിടാൻ പറ്റുമോ? ഒന്നുമില്ല. അപ്പോൾ വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കും, അയാൾ നേരത്തെ വരണം, അപ്പോഴൊക്കെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാവും. അതെന്തിനാണ്? ആ കുടുംബം നേരെയാക്കാൻ വേണ്ടിയിട്ട്. ഇത് എല്ലാ വീടുകളിലും ഉണ്ടാവും. അത് വേറെ ആരും വന്ന് അവിടെ പറയല്ല, അവർ തമ്മിൽ ചില ഇത് കുറവായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ പുറത്തൊന്നും അറിയാതെ അവർ കൊണ്ടുപോകും, അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ എല്ലായിടത്തും ഉണ്ടാവും. അത് വേറെ, അത് അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് പൊരുത്തം ഇല്ലാത്തതുകൊണ്ടാണ്. അതൊന്നുമല്ല പൊരുത്തം എന്ന് പറഞ്ഞാൽ ഈ 2 പേരുടെ ജീവിതം നമ്മളിങ്ങനെ നോക്കും. ജീവിതത്തിൽ ഒരാൾ സപ്പോർട്ടായിട്ട് പോകണം. എവിടെയെങ്കിലും അവിടെ ബ്രേക്ക് വരരുത്. 2 പേർക്ക് ഒരേപോലെ ദശകൾ തമ്മിൽ വന്ന് കയറിയാൽ ദശാസന്ധി വരും. ദശാസന്ധി വന്നാൽ ഒരാളിന് സപ്പോർട്ടില്ലാതെ വരും. അപ്പോൾ എന്ത് ചെയ്യും? ഇവർ അവിടെ ക്ലാഷ് ആവും. ആരും സപ്പോർട്ടില്ല. അപ്പോൾ സപ്പോർട്ടില്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇവർ തമ്മിൽ പിന്നെ യോജിക്കാതെ വരും. ഇങ്ങനെ പല ഘട്ടം. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് നോക്കി പോകുമ്പോൾ അറിയാം ഈ ജാതകങ്ങൾ തമ്മിൽ വേണം. അപ്പോൾ എല്ലാ ജാതകങ്ങളും പറഞ്ഞതെല്ലാം അങ്ങനെ വെച്ച് പൊരുത്തം നോക്കണമെന്നല്ല. കല്യാണം ഫിക്സ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷ്മ പരിശോധന ചെയ്യുന്നത് നന്നായിരിക്കും. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞതുപോലെ എന്തായാലും കല്യാണം ജീവിതത്തിൽ ഒന്നല്ലേ നമ്മൾ നടത്തണുള്ളൂ. അതിനെ വളരെ നോക്കി ആ കുട്ടി അവസാനം വരെ ഒരുത്തി എന്താ രീതിയിൽ അവസാനിക്കണം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവസാനമാകുമ്പോൾ നമുക്ക് കയ്യെ കൂടി ഒന്ന് നോക്കി വിവാഹം നടത്തി കൊണ്ടുപോയാൽ വിവാഹ ജീവിതം സ്മൂത്തായി പോവും എന്നുള്ളതിന് സംശയമില്ല.